ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പെപ്പർ പേരിക്ക യുവർ ഫുഡ് ഗാലക്സി. വ്യത്യസ്ത രുചികളുമായിട്ടുള്ള വിഭവങ്ങളായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പാഷൻ ഫ്രൂട്ട് ചിക്കനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പ്, 2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഇത്രയും നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മളത് മിക്സിയിലെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിവിടെ പാഷൻ ഫ്രൂട്ട് കുരുവും ജ്യൂസും സെപ്പറേറ്റ് ആക്കി അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ആ 2 പാഷൻ ഫ്രൂട്ട് നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുത്ത് ജ്യൂസാക്കി എടുക്കാം. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഞാൻ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോരോ പീസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, 1 വലിയ തക്കാളി നീളത്തിലരിഞ്ഞത്, 2 തണ്ട് മല്ലിയില ചെറുതായി അരിഞ്ഞത്, സോയാ സോസ്, ടൊമാറ്റോ സോസ്, ഹണി, വറ്റൽമുളക് 7 എണ്ണം, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മളൊരു പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നേരത്തെ ചിക്കൻ വറുത്ത എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി വന്ന് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത്, അപ്പോൾ നമ്മളിവിടെ ചില്ലി ചിക്കൻ കട്ടിനേക്കാളും ഇച്ചിരി കൂടെ ചെറുതായിട്ടാണ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ സവാളയും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റി കിട്ടിയാൽ മതി, കാരണം നമ്മൾ അധികം ഒന്നും വഴറ്റി എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് 2 മുറിച്ചതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സവാളയും വറ്റൽമുളകും ഇവിടെ കിടന്നൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം ചെയ്തിട്ട് വരാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കട്ട പിടിക്കരുത്. ഇത് നമ്മൾ ഒഴിക്കുന്നത് ചിക്കന് തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസിലേക്ക് നമ്മൾ ഈ കോൺഫ്ലവർ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ഐറ്റം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നന്നായി മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേനും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് ഇളക്കി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാളയും വറ്റൽമുളകും കൂടെ ഇപ്പം ഏകദേശം നന്നായി വഴന്ന് വരുന്നുണ്ടാവും.
അപ്പോൾ അതിലേക്ക് നമുക്കിനി വറ്റൽമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്, നല്ല എരിവിൻ്റെ മണവും വരുന്നുണ്ട്. അപ്പോൾ നല്ല എരിവാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിനി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റുന്ന വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചെറിയ ചെറിയ സ്ലൈസസ് അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തക്കാളി ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലൊരു നിറം കിട്ടും, നല്ല ചുമന്ന കളർ കിട്ടും. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി എടുത്തിട്ടുള്ളത്. നമ്മൾ വേറെ റെഡ് കളേഴ്സൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് പച്ചമണം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ എടുത്തിട്ടുള്ള സോയാ സോസ് 1 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തേനും കൂടെ ഒഴിച്ച് നമ്മുടെ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് മിക്സ്. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് മിക്സ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു 2-3 മിനിറ്റ് ഇത് നന്നായി തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമുക്കൊരു ടൈറ്റ് ഗ്രേവി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ച് കൊടുത്തേക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതാ പാഷൻ ഫ്രൂട്ട് ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാൻ നമുക്ക് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വ്യത്യസ്ത വിഭവങ്ങളുമായി പെപ്പർ